ഇപ്പോൾ ഇലക്ട്രിക് സൈക്കിളിന്റെ കാലമല്ലേ. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഇലക്ട്രിക് സൈക്കിളിനായിരുന്നു. മുമ്പ് ഗിയർ സൈക്കിൾ ആയിരുന്നു, ഇപ്പോൾ അത് ഇലക്ട്രിക് സൈക്കിളിലേക്ക് മാറി. പക്ഷേ ആൾക്കാരുടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അത് വെച്ചിട്ടാണ് ഈ വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു ഇലക്ട്രിക് സൈക്കിൾ ചൂസ് ചെയ്യാം, നിങ്ങളുടെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സൈക്കിൾ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ എൻക്വയറീസ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവരോടൊക്കെ പറയുന്ന ഫസ്റ്റ് കാര്യം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് നല്ലാതെ വളരെ ദൂരെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഇലക്ട്രിക് സൈക്കിളുകൾ വാങ്ങരുത്. അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം വാറണ്ടിയിൽ വരുന്നതാണ്. അപ്പൊ അതിനൊരു സർവീസും ഉണ്ട്. ഈ സർവീസും വാറണ്ടി ഒക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ആ ബ്രാൻഡ് തീർച്ചയായിട്ടും നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഡീലറിന്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അല്ലാതെ കൊറിയർ ചെയ്ത് ഞങ്ങൾ എടുത്തോളാം അങ്ങനെ ഒരിക്കലും ഇലക്ട്രിക് സൈക്കിൾ വാങ്ങരുത്. കാരണം ഇലക്ട്രിക് സൈക്കിൾ വാങ്ങുന്നവർക്ക് സർവീസാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ബ്രാൻഡാണ്. ആ ബ്രാൻഡ് എത്ര കാലമായി ഉണ്ട്, അവരുടെ വെബ്സൈറ്റിൽ ഇതിന്റെ വാറണ്ടിയെ കുറിച്ചൊക്കെ എങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യാം. ആ ബ്രാൻഡിന്റെ ഒരുപാട് മോഡൽസ് ആണ്. ആ മോഡൽസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്യാം. അത് മൈലേജ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ലുക്ക് നോക്കിയിട്ടോ പെർഫോമൻസ് നോക്കിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡ് അത് വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു ബ്രാൻഡ് ആയിരിക്കണം. ഇത് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. ഇഷ്ടംപോലെ ബ്രാൻഡുകൾ, ഇഷ്ടംപോലെ മോഡലുകൾ ഇതെല്ലാം ഇന്ത്യയിൽ ഇപ്പം നിലവിലുണ്ട്. അവരൊക്കെ എല്ലാവരും 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഇവരുണ്ടാവോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ പാർട്സിന്റെ അവൈലബിലിറ്റി ഒക്കെ പ്രശ്നമാവും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ അവരുടെ സർവീസ് എങ്ങനെയാണ്, അവരുടെ വാറണ്ടി ടൈംസ് എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ട് മികച്ചൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ലുക്ക് നോക്കാതെ നിങ്ങളുടെ പർപ്പസ് മെയിനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബൈക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം നിങ്ങൾക്ക് ഒരു 50-60 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ടാവും. പക്ഷെ നിങ്ങൾ ലുക്ക് വൈസ് നിങ്ങൾ എടുത്തിരിക്കുന്ന വണ്ടി 30 കിലോമീറ്റർ മാത്രമേ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും മൈലേജ് മാത്രമേ തരുള്ളൂങ്കിൽ അങ്ങനത്തെ വണ്ടി എടുത്താൽ നിങ്ങൾക്ക് വേസ്റ്റാണ്. ഇനി അല്ല, നിങ്ങൾക്ക് ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ മാത്രം പോയാൽ മതി. നിങ്ങൾ ലുക്ക് നോക്കിയിട്ട് 60,000-70,000 രൂപയുടെ ഒരു സൈക്കിൾ വാങ്ങിയാലും അതും നിങ്ങൾക്ക് നഷ്ടത്തിലേ പോകുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പർപ്പസും നിങ്ങളുടെ ബഡ്ജറ്റും മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബൈക്കുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. കൂടുതൽ ഇലക്ട്രിക് സൈക്കിളിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് റാൻ ക്രോസ് റോഡ് സൈക്കിൾസ്, 4 ട്രിവാൻഡ്രം.